ഞാൻ ഇന്നിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാദമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ നാവികസേനയെ കുറിച്ചാണ്. ഇന്ത്യൻ നാവികസേന. അപ്പോൾ ഇന്ത്യൻ നാവികസേന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാവികസേനകളിൽ ഒന്നാണ് ഇന്ത്യൻ നാവികസേന. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാവികസേനകളിൽ ഒന്നാണ് ഇന്ത്യൻ നാവികസേന. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നാവികസേന ദിനം എന്നാണ് ഡിസംബർ 4. നേവൽ ഡേ ഡിസംബർ 4. നേവൽ ഡേ ഡിസംബർ 4 ആണ്. ഡിസംബർ 4 നേവൽ ദിനം. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാവികസേനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ അർത്ഥവാക്യം എന്താണ്? ഇന്ത്യൻ നാവികസേനയ്ക്ക് അർത്ഥവാക്യമുണ്ട്. എന്താണ്? ഷാനോ വരുണ. മോട്ടോ ഓഫ് ഇന്ത്യൻ നേവി. ആൻസർ ഷാനോ വരുണ. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനം വെച്ചാൽ എവിടെയാണ്? ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ന്യൂ ഡൽഹിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനം ന്യൂ ഡൽഹിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയെ കുറിച്ച് പറയുകയാണെങ്കിൽ സതേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? സതേൺ നേവൽ കമാൻഡ് എവിടെയാണ്? കൊച്ചിയാണ് കേട്ടോ. സതേൺ നേവൽ കമാൻഡ് കൊച്ചി. അതുപോലെ വെസ്റ്റേൺ നേവൽ കമാൻഡ് മുംബൈയിലാണ്. എവിടെയാണ്? വെസ്റ്റേൺ നേവൽ കമാൻഡ് എവിടെയാണ്? മുംബൈ. വെസ്റ്റേൺ നേവൽ കമാൻഡ് സിറ്റുവേറ്റഡ് അറ്റ് മുംബൈ. അതുപോലെ ഈസ്റ്റേൺ നേവൽ കമാൻഡ് എവിടെയാണ്? വിശാഖപട്ടണം. ഈസ്റ്റേൺ നേവൽ കമാൻഡ് അറ്റ് വിശാഖപട്ടണം. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. വിശാഖപട്ടണം സിറ്റുവേറ്റഡ് അറ്റ് ആന്ധ്രാപ്രദേശ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി ഏതാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏഴിമല നാവിക അക്കാദമിയാണ് കേട്ടോ. ഓർത്തുവെച്ചോളൂ, ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമിയാണ് ഏഴിമല നാവിക അക്കാദമി. ലാർജസ്റ്റ് നേവൽ ട്രെയിനിങ് സെൻറ്റർ ഓഫ് ഏഷ്യ. ആൻസർ ഏഴിമല നേവൽ ട്രെയിനിങ് സെൻറ്റർ. ഏഴിമല നേവൽ ട്രെയിനിങ് സെൻറ്റർ കണ്ണൂർ. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമിയാണ് ഏഴിമല നേവൽ ട്രെയിനിങ് സെൻറ്റർ. എവിടെയാണ്? കണ്ണൂരിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ് കപ്പൽ INS വിക്രാന്ത് കേട്ടോ. നേരത്തെ INS വിക്രമാദിത്യ ആയിരുന്നു. ഇപ്പോൾ INS വിക്രാന്താണ് കേട്ടോ. ഫസ്റ്റ് കേട്ടോ, ലാർജസ്റ്റ് എയർക്രാഫ്റ്റ് കരിയർ ഓഫ് ഇന്ത്യൻ നേവി. ആൻസർ INS വിക്രാന്ത്. അതുപോലെ പറയുകയാണ് INS വിക്രാന്ത് ഓപ്പറേഷൻ സിന്ദൂറിൽ INS വിക്രാന്ത് വഹിച്ച പങ്കിനെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. വിഴിഞ്ഞം പോർട്ട് വാസ് ഇനാഗുറേറ്റഡ് ബൈ അവർ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിത്ത് ദ പ്രസൻസ് ഓഫ് റെസ്പെക്റ്റഡ് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. അതായത് നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി വിഴിഞ്ഞം പോർട്ട് തുറമുഖം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. വിഴിഞ്ഞം പോർട്ട് വാസ് ഇനാഗുറേറ്റഡ് ബൈ അവർ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി with the presence of respected Chief Minister പിണറായി വിജയൻ on May 2, 2025. 2025 മെയ് 2 ഇതൊരു ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതുപോലെ പറയുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല ഏതാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ് കേട്ടോ. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ലാർജസ്റ്റ് ഷിപ്പ് മേക്കിംഗ് ഫാക്ടറി ഓഫ് ഇന്ത്യ. ആൻസർ എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് പുറത്തിറക്കിയ ആദ്യത്തെ കപ്പൽ ഏതാണ്? റാണി പത്മിനിയാണ്. റാണി പത്മിനി വാസ് ദ ഫസ്റ്റ് ഷിപ്പ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് പുറത്തിറക്കിയ ആദ്യത്തെ കപ്പലാണ് റാണി പത്മിനി. അതുപോലെ തന്നെ INS ഗരുഡ് പുറത്തിറങ്ങുന്നതിനാണ്. INS ഗരുഡ് മുംബൈയാണ്. INS ഗരുഡ് കേട്ടോ. INS ഗരുഡ് എന്ന് പറയുമ്പോഴും എവിടെയാണ്?
INS കുഞ്ഞാലി മുംബൈ, INS ഗരുഡ് കൊച്ചിയാണ്, INS ഗരുഡ് കൊച്ചി, INS കുഞ്ഞാലി മുംബൈ, INS കുഞ്ഞാലി ഫ്രം മുംബൈ, INS ഗരുഡ് ഫ്രം കൊച്ചി. അതുപോലെ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ നാവികസേനാ മേധാവി ആരാണ്? ദിനേഷ് കുമാർ ത്രിപാഠി കേട്ടോ. ദിനേഷ് കുമാർ ത്രിപാഠി ഈസ് ദ പ്രസന്റ് ഹെഡ് ഓഫ് ഇന്ത്യൻ നേവി. ഇന്ത്യൻ നാവികസേനയുടെ ഇപ്പോഴത്തെ മേധാവി ആരാണ്? ദിനേഷ് കുമാർ ത്രിപാഠിയാണ്. അപ്പോൾ നമ്മൾ നാവികസേനയെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന മിലിറ്ററി ഓപ്പറേഷനിൽ അല്ലെങ്കിൽ ഓപ്പറേഷനിൽ നല്ലൊരു പങ്ക് ആര് വഹിച്ചിട്ടുണ്ട്? INS വിക്രാന്ത് വഹിച്ചിട്ടുണ്ട്. INS വിക്രാന്ത് ഇന്ത്യൻ നാവികസേനയുടെ ഒരു വിമാനവാഹിനി കപ്പലാണത് INS വിക്രാന്ത്. INS വിക്രാന്ത് കൊച്ചിയാണ്, INS വിക്രാന്ത് ഫ്രം കൊച്ചി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വേഗത്തിൽ മിസൈൽ വർഷിക്കുന്ന കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? INS ബ്രഹ്മപുത്രയാണ്. INS ബ്രഹ്മപുത്ര ഈസ് ദ ഫാസ്റ്റസ്റ്റ് മിസൈൽ ലോഞ്ചിങ് ഷിപ്പ് ഓഫ് ഇന്ത്യൻ നേവി. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വേഗത്തിൽ മിസൈൽ വർഷിക്കുന്ന കപ്പലാണ് INS ബ്രഹ്മപുത്ര. INS ബ്രഹ്മപുത്ര അത് പേരറിയപ്പെടുന്നു കുതിക്കുന്ന കാണ്ടാമൃഗം. INS ബ്രഹ്മപുത്ര ഈസ് നോൺ ആസ് റേസിംഗ് റൈനോ എന്നറിയപ്പെടുന്ന എന്തിനാണ്? INS ബ്രഹ്മപുത്രയാണ്. INS ബ്രഹ്മപുത്ര ഈസ് നോൺ ആസ് റേസിംഗ് റൈനോ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ നാവികസേനയെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ് വളരെ യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഇന്ത്യയുടെ ഏറ്റവും പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഉപയോഗിച്ച ഒന്നാണ് സുദർശന ചക്ര എന്ന് പറയുമ്പോൾ ശത്രു രാജ്യത്തിൻ്റെ മിസൈലുകളും റഡാറുകളൊക്കെ എന്ത് ചെയ്യും? കണ്ടെത്തുകയും അവയെ തകർക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് സുദർശന ചക്ര S-400. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കൂടുതലായിട്ട് ഉപയോഗിച്ചത് റാഫേൽ വിമാനങ്ങൾ. അതുപോലെ തന്നെ സ്കാൽപ് മിസൈലുകൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സ്കാൽപ് മിസൈലുകൾ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സ്കാൽപ് മിസൈലുകൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് കേട്ടോ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചൊക്കെ പിന്നെ വരും വീഡിയോകളിൽ വിശദമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് യൂസ്ഫുള്ളാണ്. വീഡിയോ കാണുന്നതിന് തുടർച്ചയായിട്ട് കാണുക.